അങ്ങനെ നമ്മൾ കുവൈറ്റ് മരുഭൂമിയിൽ 51 റൂട്ടിലൂടെ നാഷണൽ ഹൈവേയിലൂടെ നമ്മൾ പറന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ കുവൈറ്റ് എയർപോർട്ടിലേക്കാണ് നമ്മുടെ യാത്ര. കുവൈറ്റിലെ റോഡുകൾ മൊത്തം മഞ്ഞ ലൈറ്റ് ഹാലജൻ ബൾബ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇവിടെ വൈറ്റ് ലൈറ്റ് ഒന്നും ഇല്ല അല്ലേ, എല്ലാം യെല്ലോ ലൈറ്റുകളാണ്. നമ്മുടെ നാട്ടിൽ വൈറ്റ് ലൈറ്റ് കാണും, മറ്റേ സ്ട്രീറ്റില് വൈറ്റ് ലൈറ്റ് ഉണ്ടാവും. പക്ഷെ ഇവിടെ വൈറ്റ് ലൈറ്റുകൾ വളരെ കുറവാണ്, യെല്ലോ ലൈറ്റാണ് ഇവിടെ കൂടുതൽ. അവിടെ റൈറ്റ് സൈഡിൽ റിഫൈനറി കാണാം, അത് ഗ്യാതറിംഗ് സെൻ്റർ ആണെന്ന് തോന്നുന്നു. വാഹനങ്ങളിങ്ങനെ ചീറി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ എവിടേക്കാണ് പോകണമെന്നൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ കുവൈറ്റിലെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കൂടുതലും ഒരു 90% ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ജോലികളാണ് ഇവിടെ കൂടുതലും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിനും മാത്രം വണ്ടികൾ ഇവിടെ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ വേറെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ കാണാനില്ല. ഞാൻ ഇത്രയും നാളിവിടെ കുവൈറ്റിൽ വർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു എന്താ പറയുക, നമുക്കൊരു ഫണ്ണായിട്ട് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ അങ്ങനെ സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ എയർപോർട്ട് റോഡിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് എയർപോർട്ടിലെത്താൻ പറ്റില്ലേ? 5 മിനിറ്റ് ഉള്ളൂ, ആകെ 5 മിനിറ്റ് ഉള്ളൂ എയർപോർട്ടിലെത്താനായിട്ട്. ശരിക്കും നമ്മൾ പെരുന്നാൾക്കൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചേക്കുന്ന പോലെയാണ് ഇവിടെ എല്ലാ റോഡിലും ഫുള്ള് ലൈറ്റ് കൊണ്ട് കളിയാണ് ഇവിടെ. പിന്നെ ശരിക്കും ആ സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടികളിങ്ങനെ നിറഞ്ഞു കിടക്കണതാണ്. ഒരു കിലോമീറ്ററിനുള്ളിൽ ചുരുങ്ങിയത് ഒരു 100 വണ്ടിയെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഓരോ വണ്ടിയിലും ഓരോ ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ 100 വണ്ടി പോയാൽ അതിൻ്റെ അടുത്ത് 100 ആൾക്കാരാകെ യാത്ര ചെയ്യുന്നുള്ളൂ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ 1 കിലോമീറ്ററിനുള്ളിൽ ഒരു 10,000 ആൾ യാത്ര ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്, വാഹനങ്ങൾ ഇഷ്ടം പോലെ പോകുന്നുണ്ടാവും. പക്ഷേ അതിനുള്ളൊന്നും ആൾക്കാർ വളരെ കുറവായിരിക്കും. ഇവിടെ എന്താ ട്രാഫിക് ബ്ലോക്കാണ്. വേറെ മിനിസ്റ്റർ പോവാണ്, അതുകൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കിയിട്ടേക്കാം. ഇത് ഇവിടെ ഉണ്ടല്ലേ, മിനിസ്റ്റർ പോണൊക്കെ റോഡ് ബ്ലോക്ക് ആക്കണൊക്കെ ഇവിടെ ഉണ്ട്. കൊള്ളാലോ. രാജാവ് പോവാണെങ്കിൽ ഫുള്ള് ബ്ലോക്ക് ആക്കില്ല. ഓ ശരി, അവർക്ക് മാത്രമായിട്ട് വേറെ റോഡുണ്ട്. എൻ്റെ അമ്മ, ശരി. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എൻട്രി ആണ്. നമ്മൾ ഡിപ്പാർച്ചറിലേക്കാണ് പോകുന്നത്. അപ്പോൾ നേരെ കുവൈറ്റ് ടു ദുബായ്, ദുബായ് ടു കൊച്ചിൻ. ഇവിടെ പിന്നെ എല്ലായിടത്തും കാർ പാർക്കിങ്ങിന് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നമ്മൾ എയർപോർട്ട് എത്താറായി. അവിടുന്ന് റൈറ്റ് സൈഡിൽ നോക്കി അവിടെ ഫ്ലൈറ്റുകൾ കുറച്ച് പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. ഓ, അത്ര തിരക്കില്ല കേട്ടോ. ഇന്നലെ നമ്മൾ വന്നപ്പോൾ ഭയങ്കര തിരക്ക് അല്ലേ? ഇന്നിപ്പോൾ തിരക്ക് കുറവാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി ചെക്ക് ഇൻ ചെയ്തിട്ട് കാണാം. ഇതിൻ്റെ അകത്തൊക്കെ വീഡിയോ എടുത്ത് ചിലപ്പോൾ ഇവന്മാരെടുത്ത് വലിച്ച് കുവൈറ്റ് എയർപോർട്ടായിരുന്നു. ദുബായ് എയർപോർട്ടാണെങ്കിൽ ഒരു പ്രശ്നമില്ല, എങ്ങനെയാണെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ബൈ ബൈ.